മുനമ്പം കമ്മീഷൻ നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ അപ്പീലിൽ ഇടക്കാല ഉത്തരവ് തിങ്കളാഴ്ച ഉണ്ടാകും. അപ്പീലിൽ വിശദമായ വാദം പിന്നീടായിരിക്കും ഹൈക്കോടതിയിൽ നടക്കുക. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, ഇതിൽ ഇടക്കാല ഉത്തരവ് ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ്. സംസ്ഥാന സർക്കാർ ഈ കമ്മീഷന്റെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണമെന്ന് ഡിവിഷൻ ബെഞ്ചിൽ ആവശ്യപ്പെട്ടിരുന്നു. ഒരു പ്രാഥമിക വാദം മാത്രമാണ് നടന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുനമ്പം കമ്മീഷനുമായി ബന്ധപ്പെട്ട് നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരായ അപ്പീലിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് വിശദമായ വാദം പിന്നീടാണ് കേൾക്കുന്നത്. പക്ഷേ അതിനു മുൻപായി ഒരു ഇടക്കാല ഉത്തരവുണ്ടാകും. അത് തിങ്കളാഴ്ച ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കാരണം വെക്കേഷനിലേക്ക് പോവുകയാണ് നിലവിലിപ്പോൾ ഹൈക്കോടതി. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനാനുമതി ആവശ്യത്തിലാണ് ഈ ഉത്തരവുണ്ടാകാൻ പോകുന്നത്. അതായത് ആ കമ്മീഷൻ മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്ന കാര്യത്തിലായിരിക്കും ഒരു അടിയന്തര ഉത്തരവുണ്ടാകുന്നത്. അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് ആലോചിച്ച് തീരുമാനിക്കാം എന്നാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ധാരണ. ഇന്ന് സർക്കാർ കോടതി മുൻപാകെ കോടതിയെ കൺവിൻസ് ചെയ്യാനുള്ള പരമാവധി ശ്രമം നടത്തുകയുണ്ടായി. കോടതിയിൽ പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട്. ഈ മുനമ്പത്തെ പ്രശ്നപരിഹാരത്തിനായി ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തുമെന്നും മുനമ്പത്തെ ഭൂമി ഏറ്റെടുക്കാനും സർക്കാരിന് അധികാരമുണ്ടെന്നും സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതുതന്നെയാണ്. സംസ്ഥാന സർക്കാർ ഈ മുനമ്പത്തെ ആളുകൾക്കായി നിയമനിർമ്മാണം നടത്തും എന്നാണ് ഇപ്പോൾ അവിടെ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധി സ്റ്റേ ചെയ്യണമെന്നും സർക്കാർ ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിങ്കളാഴ്ച അറിയാം എന്താണ് അക്കാര്യത്തിൽ കോടതിയുടെ നിലപാടെന്ന്. അതേസമയം തന്നെ ഈ വഖഫ് ബില്ല് അത് പാസ്സായ കാര്യവും അത് നിയമമായ കാര്യവും കോടതിയുടെ മുന്നിൽ തന്നെയുണ്ട്. മുനമ്പം കമ്മീഷന്റെ നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ അപ്പീൽ തിങ്കളാഴ്ചയാണ് ഇടക്കാല ഉത്തരവ് വരുന്നത്. സംസ്ഥാന സർക്കാർ ആ കമ്മീഷന്റെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കോടതി അതിൽ തീരുമാനമെടുക്കും ഇടക്കാല ഉത്തരവിലൂടെ തിങ്കളാഴ്ച. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.